അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ വിഷയങ്ങളാണ് ഇന്നലെ പ്രതിപാദിച്ചത്. ഇനി നമുക്ക് പറയാനുള്ളത്, കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്നുണ്ട്. അതിനു മുമ്പായി സൂചിപ്പിക്കാനുള്ള മറ്റൊരു വിഷയം, എവിടെയാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത് വിവാഹശേഷം എന്നുള്ളത്. മറ്റൊന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇന്നലെ ഉണ്ടായൊരു സംശയത്തിനുള്ള മറുപടി. സംശയത്തിനുള്ള മറുപടി ആദ്യം പറയാം. മറ്റൊന്നുമല്ല, ഇസ്ലാമിന് മുമ്പ് വിവാഹ കരാറിന് മൂല്യമായിട്ട് മഹർ നൽകുന്ന ഒരു ഏർപ്പാടുണ്ടോ എന്നുള്ളത്. ഉത്തരം അതെ എന്നാണ്. പ്രത്യേകിച്ചും ഖദീജ ബീവിയുടെ മഹർ ചരിത്രത്തിൽ ഇടം പിടിച്ച മഹറാണ്. അതിന് വലിയ കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയും. ഖദീജ ബീവിന്റെ തന്നെ ഒരു മകളുണ്ട്, സൈനബ് എന്നാണ് പേര്. സൈനബ ബീവിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകൾക്ക് സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് ഖദീജ ബീവിയുടെ ഈ മാലയായിരുന്നു. ഏതാണ് ഈ മാല? റസൂലുള്ളാഹി തങ്ങൾ മഹർ കൊടുത്തിരുന്ന മാല. അപ്പൊ ഇസ്ലാമിന്റെ ശരീഅത്ത് നിലനിൽക്കുന്ന മുമ്പേ വിവാഹ കാര്യത്തിൽ ഉടമ്പടിയിൽ അങ്ങോട്ട് എന്തെങ്കിലും സ്വർണമോ മറ്റോ കൊടുത്ത് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം അന്നേ ഉള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതിസമ്പന്നയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നബിയാകട്ടെ പരമദരിദ്രനും സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിഞ്ഞ് അബൂ ത്വാലിബിന്റെ വീട്ടിൽ താമസിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിക്ക് അത്യാവശ്യം നല്ലൊരു വീടുണ്ട് മക്കയിൽ, കുഴപ്പമില്ലാത്തൊരു വീടുണ്ട്. കാരണം അത്രമേൽ സമ്പത്തുള്ളായിരുന്നു. ആ വീട്ടിലാരൊക്കെയുള്ളത്? ഒന്ന് ഖദീജ ബീവി, ഒന്ന് ഭർത്താവ് റസൂലുള്ളാഹി തങ്ങൾ. ഇനി ആരൊക്കെയുണ്ട്? ഖദീജ ബീവിയുടെ മുൻ ഭർത്താക്കന്മാരിലുള്ള 2 കുട്ടികളുണ്ട്. ഹാല, ഹിന്ദ് എന്ന് പേരുള്ള 2 കുട്ടികൾ. ഹാല, ഹിന്ദ്. എത്ര പേരായി? 4 പേരായി. ഇനിയും അവിടെ 2 ആൾ വേറെയുണ്ട്. ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി ത്വാലിബ് എന്ന ചെറിയ മോൻ. ആ വിഷയത്തിലേക്ക് വരാം. പിന്നെ ഒരാളും കൂടെ ഉള്ളത് സെയ്ദ് ബിനു ഹാരിസ എന്ന് പറയുന്ന ഹബീബായ തങ്ങളുടെ കൂടെ നിഴല് പോലെ സഞ്ചരിച്ച, ലോകത്ത് അത്രമേൽ ഭാഗ്യം ചെയ്ത ഒരാളില്ല. കാരണം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരേ ഒരു സ്വഹാബിന്റെ പേര് ഖുർആനിൽ പരാമർശം വന്നിട്ടുള്ളൂ. അതാരാ? സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹു അൻഹു. ഈ സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് അതാണ്. സമയമുണ്ടെങ്കിൽ കഅബ പുനർനിർമ്മാണ വിഷയത്തിലേക്കും കിടക്കാം. ഏതായാലും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എങ്ങനെ പങ്കുകൊണ്ടെത്തി? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ ഖദീജ ബീവി തൻ്റെ സ്വത്തെല്ലാം സമർപ്പിച്ചു. നിന്റെ സ്വത്തല്ല, ഇതൊക്കെ നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവൾ ഹബീബായ തങ്ങൾക്കെല്ലാം കൊടുത്തു. ഹബീബായ തങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ അബൂ ത്വാലിബാകട്ടെ വല്ലാത്ത പ്രയാസത്തിലാണ്. 6 മക്കളുള്ള അബൂ ത്വാലിബ് തൻ്റെ മക്കളെ വളർത്താൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്, കാര്യമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? മുസ്തഫായി നബി ഉണ്ടായിരുന്നു, 6 മക്കൾക്ക് പുറമെ. അപ്പോൾ ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും അബൂ ത്വാലിബിനെ മറക്കാൻ കഴിയില്ല. വേഗം തൻ്റെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അബ്ബാസ് എന്നവരോട് പറഞ്ഞു, പിന്നെ നമുക്ക് മൂത്താപ്പാൻ്റെ, അതായത് അബ്ബാസ് എന്നവർക്ക് ജ്യേഷ്ഠനാണ്, മൂത്താപ്പാൻ്റെ മക്കളെ നമുക്ക് ദത്തെടുത്താലോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്താലോ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ അലിയാരെ ഏറ്റെടുക്കാം, നിങ്ങൾ ജാഫറിനെ ഏറ്റെടുക്കാം. കാരണം അവർക്കാണ് ഇപ്പം ഏറ്റവും ആവശ്യത്തിൽ കൂടുതൽ കരുതലും അതുപോലെ തന്നെ നോക്കലൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ബാസ് എന്നവർ ആരെ ഏറ്റെടുത്തു? ജഅഫർ എന്ന മോനെ ഏറ്റെടുത്തു. അലി എന്ന കൊച്ചു മോനെ ആര് ഏറ്റെടുത്തു? റസൂലുള്ളാഹി തങ്ങളും ഏറ്റെടുത്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞ ആ സമയത്ത് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഒന്നും കൂടെ പറയാം.
ഖദീജ ബീവി ഉണ്ട്, റസൂലുള്ള ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാല, ഹിന്ദ് എന്ന അവരുടെ ആദ്യത്തെ 2 മക്കളുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് ഉണ്ട്, സെയ്ദ് ബിൻ ഹാരിസ് ഉണ്ട്. 6 അംഗ സംഘം ഈ കുടുംബത്തിൽ വളരാണ്. ഇനി എങ്ങനെ ഈ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ വീട്ടിലെത്തിപ്പെട്ടത്? അതാണ് ഇന്നത്തെ പ്രമേയം. സെയ്ദ് ബിൻ ഹാരിസ് എന്ന ആള് ഒരിക്കലും ഒരു അടിമ ആയിരുന്നില്ല. അദ്ദേഹം പക്ക സ്വതന്ത്രനായിരുന്നു. യമനിൽ നിന്നുള്ള ഒരു യാത്രയിൽ, അദ്ദേഹത്തിൻ്റെ സ്വദേശം യമനാണ്, യമനിൽ നിന്നുള്ള യാത്രയിൽ വഴിമധ്യേ കൊള്ളക്കാർ തടഞ്ഞു വെച്ച് ആ സംഘത്തിൽ നിന്നും 8 or 9 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ കൊള്ളയടിച്ചു. സെയ്ദിനെ കൊള്ളയടിച്ച് ഉക്കാല ചന്തയിൽ കൊണ്ടുപോയി ആ കൊള്ള സംഘം വിൽപ്പന നടത്തി. ഓർക്കണേ, അന്ന് അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലമാണ്. അത് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഉക്കാല ചന്തയിൽ ഇങ്ങനെ നല്ല നല്ല ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, 9 ആണെങ്കിലും അത്യാവശ്യം നല്ല തണ്ടും തടിയും ആരോഗ്യവും ഭംഗിയും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇത് ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ ആങ്ങളന്റെ മോൻ, ഖദീജ ബീവിന്റെ ആങ്ങളയുടെ മോൻ. ഹിസാമാണ് ആങ്ങള, ഹക്കീം മോനാണ്. അപ്പം ഹക്കീം ബിൻ ഹിസാം ഉക്കാല ചന്തയിൽ വെച്ച് ഈ കുഞ്ഞുമോനെ കാണുകയാണ്. കുഞ്ഞുമോനെ കണ്ടപ്പോൾ ഈ വിവരം ഖദീജ ബീവിക്ക് കൈമാറുന്നു. 2 റിവായത്തുണ്ട്. ഖദീജ ബീവി ആവശ്യപ്പെട്ടത് പ്രകാരം ഹക്കീം ബിൻ ഹിസാം ഈ കുഞ്ഞുമോനെ വാങ്ങിച്ചു. അതല്ല, സ്വയം വാങ്ങിച്ച് ഖദീജ ബീവിക്ക് സമ്മാനിച്ചു. 2 അർത്ഥത്തിലും പറയുന്നുണ്ട്. ഏതായാലും ഖദീജ ബീവിയുടെ അടിമ ആയിട്ടാണ് പിന്നീട് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലെത്തുന്നത്. അത് വിവാഹത്തിന് മുമ്പേയാണ്. ഓർക്കണേ, റസൂലുള്ളാഹി തങ്ങളുമായുള്ള വിവാഹത്തിന് മുമ്പേ ആരുണ്ട്? സെയ്ദ് ബിൻ ഹാരിസ് ആ വീട്ടിൽ അവരുടെ വേലക്കാരനായിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ട്. ഏതായാലും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഈ കുട്ടിയും വളരാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുരുക്കി പറയാണ്, കംപ്രസ് ചെയ്ത് പറയാണ്, ഈ സെയ്ദ് ബിൻ ഹാരിസിനെ കുറിച്ച് പിന്നീട് യമനിലേക്ക് തിരിച്ചു പോകുന്ന, അതായത് ഹജ്ജ് സീസണോ മറ്റോ ഒക്കെ കഴിഞ്ഞിട്ട്, ഹജ്ജ് സീസൺ എന്ന് പറയുന്ന ഒരു സീസൺ ഉണ്ടോ? ഉണ്ട്. ഹജ്ജ് എന്ന് പറയപ്പെടാൻ പറ്റുമോ? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സീസണിൽ ഇങ്ങനത്തെ ദേവാലയവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും മറ്റൊക്കെ നടക്കാറുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങി വെച്ച ആരാധന പല കോലത്തിലും ഡൈവേർട്ടായിട്ട് നടന്നു പോരുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായി വരുന്നവർ തിരിച്ചു പോകുന്നു. ആ പോകുന്ന വഴിക്ക് പറഞ്ഞു, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ്റെ കൂടെ നിങ്ങളുടെ മോനെ കണ്ടിട്ടുണ്ട്. കൂടുതൽ സമയം ആയിട്ടൊന്നുമില്ല ഈ കുട്ടി മാതാവിനോടും പിതാവിനോടും വേർപെട്ടിട്ട്. അപ്പം അവരെന്ത് ചെയ്തു? തിരിച്ചെടുക്കണം, ഈ മോനെ തിരിച്ചു കിട്ടണം എന്ന താല്പര്യത്തിൽ ഈ ബാപ്പ, സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറഞ്ഞാൽ ഹാരിസാണ് ബാപ്പ. പിന്നെ അവരുടെ ഒരു എളാപ്പുണ്ട്, അവരുടെ എളാപ്പൻ്റെ പേര് ഓർമ്മയിൽ വരുന്നില്ല. ഏതായാലും ആ എളാപ്പയും കൂടെ അബ്ദുൽ മുത്തലിബിൻ്റെ ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. അതായത് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, കുറേ മദ്ഹ് പറഞ്ഞു, നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബം ഭയങ്കര സംഭവമാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അതായത് അറേബ്യൻ്റെ ഒരു സ്റ്റൈലാണ്. എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ആ ആളുടെ മുമ്പിൽ ഇങ്ങനെ സ്തുതി പഹാടൽ നടത്തും. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കാര്യം മനസ്സിലായി, എന്തോ എന്നോട് ചോദിക്കാനും പറയാനും ഈ മനുഷ്യനുണ്ടെന്ന്. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ട ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളടുത്തല്ലേ സെയ്ദ് ഉള്ളത്? ആ സെയ്ദിൻ്റെ അടുത്തുണ്ട്, അവിടെ തൊട്ടപ്പുറത്തുണ്ട് തോന്നുന്നു. സെയ്ദിൻ്റെ മോനാണ്, അവനെ തിരിച്ചുകൊണ്ടോണം പറഞ്ഞു. സെയ്ദിൻ്റെ മോനാണ്, അവനെ തിരിച്ചുകൊണ്ടോണം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടാകും, നമ്മൾ കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം, എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നത് തരാൻ, എൻ്റെ കുട്ടിയെ വിട്ട് കിട്ടിയാൽ മതി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരാണ കാശ് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി എന്ന്. എനിക്കൊരാണ കാശ് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി എന്ന്. അല്ല, ബാപ്പ വീണ്ടും റസൂലുള്ളാഹി തങ്ങളെ ഭയങ്കരമായിട്ട് വാഴ്ത്താൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ കുട്ടീനെ വിളിച്ചു കൊണ്ടുപോയിക്കൊള്ളി എന്ന്. മുസ്തഫ നബി പറഞ്ഞു, സെയ്ദേ ഇവിടെ വായോ, ഇതാരാ അറിയോ? ഇതെൻ്റെ ഉപ്പ. ഇതാരാ? ഇതെൻ്റെ എളാപ്പ. പിന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. സെയ്ദിനോട് വാപ്പ പറഞ്ഞു, പോകല്ലേ ചോദിച്ചു. ഞാനില്ല, ഒറ്റയടിക്ക് പറഞ്ഞു, ഞാനില്ല. എത്ര പിന്നെ ഗൃഹാതുരത്വം എത്രമേലുണ്ടാകും, അത്രയും പിന്നെ ദീർഘകാലത്തെ അല്ലെങ്കിൽ 1-2 വർഷങ്ങളായിട്ടുണ്ടാകും മാനും ബാപ്പാനും പിരിഞ്ഞിട്ട്. ഈ കുട്ടി ഒറ്റയടിക്ക് പറഞ്ഞു, ഞാനില്ല. അപ്പൊ ആ വാപ്പ ചോദിക്കുന്നുണ്ട്,
സ്വതന്ത്രനായി ജീവിക്കുന്നതിന് പകരം അടിമത്വം സ്വീകരിച്ച് ജീവിക്കാനാണോ നീ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര വേദനയായി. അത്തഖ്താറുൽ ഉബൂദിയ്യത അലൽ ഹുദിയ്യ, സ്വാതന്ത്ര്യത്തിന് മീതെ നീ അടിമയായി കഴിയാനാണോ, അതാണോ നിന്റെ ചോയ്സ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഇബ്നി, ഞാൻ അതിന്റെ ആശയാണ് പറയുന്നത്, ഒന്റെ കുട്ടിയാണെന്നാണ്. ഒന്നു മുതൽ അടിമല്ല, ഒന്റെ കുട്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രല്ല, എന്റെ സമ്പത്തിൽ അവൻ അനന്തരമെടുക്കാൻ പോകുന്ന വിധത്തിലുള്ള രക്തബന്ധത്തിന് സമാനമാണ് ആ കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഖുർആൻ തിരുത്തുന്നുണ്ട്, അങ്ങനെ പറ്റൂല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതായാലും ഇവർ തമ്മിലുള്ള ഈ കോംബോ, മുസ്തഫ നബിയും സയ്യിദും തമ്മിലുള്ള ഈ കോംബോ, അവിടെയുള്ള ആളുകൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹിന്റെ യഥാർത്ഥ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ പലരും വിചാരിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, സയ്യിദ് റസൂലുള്ളാഹിന്റെ കുട്ടിയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും റസൂലുള്ളാഹി പറഞ്ഞു, മോനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, കാരണം ഈ കുട്ടിക്ക് പോകാം. 8 or 9 വയസ്സുള്ള സമയത്താണ് ഉമ്മാനും ബാപ്പാനും വേർപിരിഞ്ഞത്. നല്ല ബോധ്യം ഉണ്ടാകും ഉമ്മാനെപ്പാനും കുറിച്ച്, ഇല്ലേ? 1 or 2 വർഷമായിട്ടുള്ളൂ ഇവിടെ. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. എന്നാൽ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് അവനെ അടിമത്തത്തിൽ നിന്ന് ഹബീബായ തങ്ങൾ മോചിപ്പിച്ച് കൂടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചെറിയ കുട്ടിക്കാണ് ഹബീബായ തങ്ങളുടെ കൂടെ നിന്നിട്ട് വേർപിരിയാൻ കഴിയാത്ത ബന്ധം. നമ്മളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് നിങ്ങളെ കൊണ്ട്, എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും കൂടെ നിൽക്കുന്ന ആളെ കൊണ്ട് നല്ലത് പറയിക്കാൻ. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടത്തേക്ക് വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹവ്ലിക. ഒന്നിരുന്ന് ആലോചിച്ചു. ഈ കുട്ടി വളരെ കുറഞ്ഞ സമയമായിട്ടുള്ള മുസ്തഫ നബിയെ കുറിച്ച് ഒരു മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പോരുന്നില്ല, കാരണം ഇന്ന ഫി ഹാദർ റജുലി ലശഅ്നുൻ അദീം. ഞാൻ സാധാരണ മനുഷ്യരിൽ നിന്ന് കാണാത്ത പലതും കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു ഈ മുസ്തഫയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതങ്ങനെയാണ്. ഹബീബായ തങ്ങളെ മണത്തവർക്ക്, ആ സുഗന്ധം അനുഭവിക്കുന്നവർക്ക് അതിൽ ലയിച്ചു ചേരാതെ നിർവാഹമില്ല, അതിൽ ലയിക്കാതെ വേറെ മാർഗമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകനാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടെ പിന്നെ സയ്യിദിനെ ഇവർക്ക് അവൻ്റെ ഇഷ്ടത്തിന് വിടാതെ നിർവാഹമില്ല. അങ്ങനെ അവർ തിരിച്ചു പോകുകയാണ്. ഏതായാലും സയ്യിദ് പിന്നീട് മാപ്പാനായിട്ടുള്ള കണക്ഷനൊക്കെ തുടരുന്നുണ്ട്. പക്ഷെ മുസ്തഫ നബിയെ വേർപിരിയാൻ കഴിയാത്ത വിധം കൂടെ കൂടിയിട്ടുണ്ട്. ആ കൂട്ടുകൂടലാണ് പിന്നീട് അവർക്ക് ഏറ്റവും വലിയ ആദരവായിട്ട് വിശുദ്ധ ഖുർആനിൽ മുസ്തഫായ തങ്ങൾക്ക് ശേഷം സിദ്ദീഖ് ഇടം കൊടുത്തിട്ടില്ല, ഉമർ തങ്ങൾക്ക് ഇടം കൊടുത്തിട്ടില്ല, ഉസ്മാനും അലിയും ഇവർക്കൊന്നും സ്ഥാനമില്ലാത്ത വിശുദ്ധ ഖുർആനിൽ ആർക്കിടം കൊടുത്തത്? ഹബീബിന്റെ മണം പിടിച്ച് ഹബീബിന്റെ വിയർപ്പ് തന്നെ വിയർപ്പായിട്ട് കൊണ്ട് നടന്ന സയ്യിദിന് സ്ഥാനം കൊടുത്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയേണ്ടിയിരുന്നത് കഅബ പുനർനിർമ്മാണമാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ നിങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുന്ന ഒരു വിഷയം എന്ന നിലക്കാണ് ഞാനിതിവിടെ പ്രതിപാദിച്ചത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കഅബയുടെ പുനർനിർമ്മാണ വിഷയങ്ങൾ പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംസാരം സ്വീകരിക്കട്ടെ.